ഉണ്ടായിരുന്നു. So we're gonna fix that. What the hell? അപ്പോ ഇന്ന് നമുക്ക് കാര്യമായിട്ട് we gonna start with നമുക്ക് കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോ അതിന് റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. What do you guys think? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇതിന് നമുക്ക് ഒരുപാട് എന്ത് വന്നിട്ടുണ്ട്, കമന്റ് വന്നിട്ടുണ്ട് ഈ വീഡിയോക്ക്. അപ്പോ നോക്കാം. ഇതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാല്, ഞാൻ റിപ്ലൈ കൊടുക്കാൻ നല്ല ഐ വുഡ് ലൈക്ക് ടു ഗിവ് റിപ്ലൈസ്. പക്ഷേ എനിക്കെന്തോ ഒരു റെസ്ട്രിക്ഷൻ വന്ന് ഇതിന് ഞാൻ അടുപ്പിച്ച് റിപ്ലൈ കൊടുത്തിട്ട് ഈ വീഡിയോക്ക് ഇതിട്ട സമയത്ത് നല്ല കമന്റ്സ് വന്നിരുന്നു. അപ്പോ ദിന്നു പനംതോട് I just asked ബ്രോ ഫോട്ടോഷോപ്പിന് മാത്രം പറ്റിയ ലാപ്ടോപ്പ് ഏതാണ്? ജസ്റ്റ് അതിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് മാത്രമായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു യൂസേജ് വരുമെന്ന് വെച്ചാൽ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു യൂസേജ് ചിലപ്പോൾ വന്നു എന്ന് വരാം. ബട്ട് എന്നാലും ഫോട്ടോഷോപ്പിനാണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് മിനിമം i3 11th ജനറേഷന്റെ മുകളിൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അഡോബിന്റെ എല്ലാ സോഫ്റ്റ്വെയർസിനും എന്ത് വരും, കേസ് ഫയൽസ് വരും. കേസ് ഫയൽസ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ നമ്മുടെ നല്ലൊരു 32 GB റാമും അതേപോലെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സി ഡ്രൈവിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം വെറുതെ ഉണ്ടാവില്ല ഈ ആപ്പിനൊന്ന് വർക്ക് ചെയ്യാൻ. നമ്മളുണ്ടല്ലോ ഈ ഒരു ഷോക്ക് വേണ്ടി ചൂടെടുക്കണ കോട്ടിട്ടാൽ എങ്ങനെ ഉണ്ടാവുക, അതേപോലെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും. സോ എന്തൊക്കെ ആയാലും ഇപ്പോൾ ബേസിക് ഗ്രാഫിക്സും ഒരു 16 GB അല്ലെങ്കിൽ മിനിമം 8 GB ഒക്കെ മതി. 8 GB ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും, ഫോട്ടോഷോപ്പിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും സി ഡ്രൈവ് നിങ്ങളുടെ നല്ലൊരു SSD നോക്കുക. സി ഡ്രൈവ് മാക്സിമം ഒരു എബവ് 256 ഒന്നും പോരാ, അതിന്റെ മുകളിലേക്ക് കാലിയാക്കി ഇടാൻ നോക്കുക. കേസ് ഫയൽസ് കയറും, പിന്നെ അത് നിങ്ങൾക്ക് ടെമ്പ് പോയിക്കാണ്ട് ഡിലീറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. പിന്നെ ഓട്ടോകാഡ് പഠിക്കാൻ പറ്റിയ ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യുക ബ്രോ? മുഹമ്മദ് ആബിദ് ചോദിച്ചതാണ്. ഓട്ടോകാഡ് എന്ന് പറഞ്ഞാൽ 3D മോഡലിംഗ് പരിപാടിയൊക്കെയാണ്. സോ ഇതിനൊക്കെ എന്താണെന്നറിയോ, നമ്മള് പഠിക്കുന്ന സമയത്ത് ഒരു 6 മാസം 7 മാസം കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് അത് തുടങ്ങുന്ന സാധനം എടുത്താൽ മതിയാവും. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ എന്താ പറയാ, നമുക്ക് അതിന്റെ അപ്ഡേഷൻ നോക്കണ്ടേ, നമുക്ക് അപ്ഡേഷനിൽ വർക്ക് ചെയ്യണ്ടേ. അപ്പൊ ആ സമയത്ത് നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്പും കൂടി കണ്ടില്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന കുറെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ചോദിക്കും, എടാ മിനിമം ഇത്ര ബഡ്ജറ്റ്, അപ്പൊ അതെടുത്താൽ പോരെ, ഇതെടുത്താൽ പോരെ, ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ സാധനം എടുത്താൽ പോരെ. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ എടുക്കുമ്പോൾ നല്ല സാധനം എടുത്തോളി. എന്തിനാണ് കുറച്ച് കഴിഞ്ഞിട്ട് 6 മാസം 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഓ ഇതിപ്പോ പോരാതായിക്കണം. അപ്പൊ നിങ്ങൾ അപ്ഗ്രേഡേഷന് എന്താകും, ഇത് നല്ലൊരു പൈസ ചെലവാക്കേണ്ടി വരും. ആ ഒരു സാധനം മാക്സിമം ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ പോയി നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ട്രസ്റ്റഡ് ഡീലേഴ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പൺ ബോക്സ് സാധനം, ജസ്റ്റ് യൂസ്ഡ് സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ലക്കി, ആൻഡ് ഇറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ ആൻഡ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും അതല്ല ബാക്കി പരിപാടിക്കൊക്കെ ഒരു നൈസ് മെത്തേഡ് അതാണ്. പിന്നെ യൂസ്ഡ് സാധനം എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷിഫൈ പോലുള്ള ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പോലുള്ള സ്ഥലങ്ങളിൽ കമ്പയർ ചെയ്യുക, ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്. ചാമ്പ് വാങ്ങാൻ നിൽക്കരുത്. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ അടുത്ത് ഫോണിനേക്കാൾ ലാപ്ടോപ്പിൽ നടക്കുന്ന ഒരു സ്കാമാണ് അതിന്റെ പാർട്സ് മാറ്റിക്കുക എന്നുള്ളത്. നിങ്ങൾ കിട്ടുമ്പോൾ അതിന് കീബോർഡും അല്ലെങ്കിൽ ടച്ച് പാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അതിൻ്റെ തന്നെ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു കാരണവശാലും 100% ഉറപ്പിക്കാൻ പറ്റില്ല. സോ ബി കെയർഫുൾ. പിന്നെ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ബ്രോ,
ആമസോണിൽ നിന്ന് ലാപ്പ് വാങ്ങുന്നതിൽ എന്താണ് അഭിപ്രായം? ലെനോവോ ഐഡിയബേഡ് സ്ലിം 3. വി ഗോണ ടോക്ക് എ ലോട്ട് അബൌട്ട് ദിസ്. കാരണം ആമസോണില് ഇങ്ങക്കൊരു 10-15 ഉറുപ്പ്യൊക്കെ ഗ്യാപ്പിൽ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ, നല്ലൊരു കാര്യം ആണ്. ബട്ട് യു ഗൈസ്, പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളത് ഒരു മിനിറ്റ്, സൗണ്ടൊക്കെ എന്തുപാട് നോക്കിയിട്ടില്ല. ആമസോണിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല റേറ്റ് കുറവ് നിങ്ങൾക്ക് എന്താകും സാധനം കിട്ടും. ബട്ട് ഗൈസ്, പ്രശ്നം എന്താ വെച്ചാൽ ഈവൻ ട്രസ്റ്റഡ് സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെങ്കിൽ പോലും ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ ഓഫ്ലൈനായിട്ട് ലാപ്പ് എടുക്കാൻ പോയി. ബട്ട് ആ സമയത്ത് അവിടുത്തെ സെയിൽസ്മാന് ഭയങ്കരമായിട്ട് ഓൺലൈനിൽ എന്താ പറയുക, കുറ്റം പറയാം. അതങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ അത്ര ഉറപ്പില്ല, അതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര ഫയർ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അയാൾ എന്താണ് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സെയിൽസ് ടെക്നിക്സ് എടുക്കുകയാണെന്ന് വിചാരിച്ച്. ബട്ട് ഗൈസ്, യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ ആമസോണിലൊക്കെ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ലാപ്പിന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം കമ്പയർ ചെയ്യരുത്. ലാപ്പിന്റെ കേസിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു സാധനം ഇതിൽ പാർട്സ് ഏതൊക്കെ മാറ്റിയത്, ഈവൻ ഇപ്പോൾ നമുക്ക് ആമസോണിന്റെ ഒരു ട്രസ്റ്റഡ് അല്ലെങ്കിൽ അവർ ട്രസ്റ്റഡ് സെല്ലേഴ്സ് ആണോ എന്നുള്ള കാര്യം പ്രോസസ്സൊക്കെ എന്തായിരിക്കും. ചിലപ്പോൾ 1-2 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പൈസ എടുത്തുകൊണ്ട് റിവ്യൂ കയറ്റുന്ന ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെ കയറ്റിയതേക്കാരം. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുഗത്തിൽ നിങ്ങൾ എന്താക്കരുത്, ലാപ്പ് പോലത്തെ സാധനങ്ങളൊന്നും ആമസോണിൽ എടുക്കുന്നതിന് തീരെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരു റീറ്റെയിലർ അടുത്ത് പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഈസി ആയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരുടെ കഴുത്തിന് കയറി അങ്ങനെയല്ല അവരോട് ചോദിക്കാനൊക്കെ പറ്റും. അപ്പോ അവര് വഴി നിങ്ങൾക്ക് അവരുടെ വാറണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ ഫുൾ കാര്യം അവരത് ഏറ്റെടുത്തോളും. നിങ്ങളത് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ലാപ്പിന്റെ കേസ് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നതാണ് ഈ ഉറുമ്പ് പിന്നെ തിന്നിട്ട് ഇതിന്റെ ഏത് പോണത്, കീബോർഡ് പോണത്, കറണ്ടിൻ്റെ ഇത് പോയി കിടക്കുകയാണ്. അതേപോലെ ഒരുപാട് സ്പീക്കറിന്റെ ഇഷ്യൂ, പിന്നെ ചാർജ് കയറാത്ത ഇഷ്യൂ, ഇഞ്ചസിന്റെ ഇഷ്യൂ, ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ യൂസ് ചെയ്ത് 1-2 മാസം കഴിയുമ്പോൾ തന്നെ തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ലാപ്ടോപ്പ്. സോ യു ഗൈസ് ബി കെയർഫുൾ വിത്ത് ദാറ്റ്. ഓൺലൈനിൽ നിങ്ങൾക്ക് 10-15 ഉറുപ്പ്യൊക്കെ അത്രയും ചീപ്പിന് കിട്ടുന്ന സാധനമൊക്കെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഉടായ്പ കാണിച്ചതായി. കാരണം ഒരു സാധനം ഇത്ര ആലോചിച്ചാൽ മതി, ഒരു സാധനം അവർ മാർക്കറ്റിൽ ഇറക്കുന്നത് ആ ഒരു കമ്പനി അതിന്റെ ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് എത്രയോ താത്തി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇലക്ട്രോണിക് സാധനം അതിന്റെ സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഓൺലൈനിൽ നിങ്ങൾ എടുക്കാൻ വലിയതായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താക്കുക, നല്ലൊരു ട്രസ്റ്റഡ് ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി എടുക്കുക. സോ NZH7S, ഐ ഹോപ്പ് യു ഗെറ്റ് യുവർ ആൻസർ. പിന്നെ നിബു ബെന്നി, ദിസ് ഗൈ എനിക്കറിയാം, കുറേ മുമ്പ് എന്നോട് ചോദിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സെയിം ക്വസ്റ്റ്യന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാമോ? ലാപ്ടോപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ഓൾറൗണ്ടർ ആണ് വേണ്ടത്. മെയിൻ പർപ്പസ് ഓഫീസ് യൂസ് ആണോ? എക്സൽ, വേർഡ്, PPT, പവർ പോയിന്റ് എക്സെട്ര. പിന്നെ ക്യാൻവ യൂസ് ചെയ്യാനുണ്ട്. ചെറുതായിട്ട് ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പറ്റണം. എൻ്റെ ബ്രദറിന് ടാലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഇത്രയുമാണ് റിക്വയർമെന്റ്സ്. ഒരു മീഡിയം റേഞ്ച് ഗെയിമിങ്ങും നോക്കുന്നുണ്ട്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന നല്ല സർവീസുള്ള ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാമോ? 55-60K ഗൈസ്. സോ 55K-60K ബഡ്ജറ്റിൽ, അതായത് ഇതിന്റെ ഒരു i3 അല്ലെങ്കിൽ Ryzen 5 ഒക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഗെയിമിങ് തുടങ്ങുന്ന ഒരു സാധനം 60K മുതലാണ്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ നല്ല സാധനം ഉണ്ട്. പിന്നെ പുറത്തേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? വിവോ ചൂസ് ചെയ്യണം. വിവോക്ക് നിങ്ങൾക്ക് ഓൾ റൗണ്ട് വേൾഡ് നിങ്ങൾക്ക് സർവീസ് കിട്ടും. ആപ്പിളും സാംസങ്ങും ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ സാംസങ്ങും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമേ അതിൻ്റെ സർവീസ് വാറൻറ്റീസ് ഇന്ത്യയിൽ നിന്ന് എടുത്താൽ കിട്ടുള്ളൂ എന്ന് ആണ്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഒരു S21 ലൈന് വീണ് അങ്ങേ അറ്റം എത്തിയിട്ട് ഞാൻ അവരെ വിളിച്ചാൽ ചിലപ്പോൾ ഒരു കസ്റ്റമർ കെയറിൻ്റെ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരില്ല. ഇനി അഥവാ അടിക്കാൻ വന്നാൽ തന്നെ പിന്നെ കണക്കൂക്ക് പറഞ്ഞാണ് നിൽക്കും. ഇനി ബൈ ചാൻസ് അവരെ എടുത്താൽ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ പോയി നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ അവരെന്താ പറയാ, ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ലേ, സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താ ഞാൻ ചോദിക്കുന്നത്, അവിടെ ഉള്ളത് സാംസങ്ങും ഇവിടെ ഉള്ളത് സൂംസങ്ങും ആണോ? അതല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് പെറ്റപ്പോത്തിന് പെടുത്തിപ്പോത്തിന് തള്ള മാറിയതാണോ? എന്താണ് ഇവരുടെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, അപ്പൊ ഇതിന്റെ ഇടയിൽ പറഞ്ഞു. സോ വിവോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ യു ഗൈസ് ഗെറ്റ് ഓൾ വേൾഡിൽ നമുക്ക് വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റും. ആപ്പിളിനും പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രത്യേക നിഗമനം. സോ അതിനെക്കുറിച്ച് വല്ല അറിവില്ല. അപ്പോൾ നമുക്ക് നിബൂബന്നി 345ന്റെ റിപ്ലൈ കൊടുക്കാം. ബ്രോ എനിക്കൊരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാമോ? ലാപ്ടോപ്പിനെ പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനും ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഫൈമിക്ക് എത്തി. ഐഫോൺ ഇനി ഒരിക്കലും 10ന്റെ താഴേക്ക് പോകരുത്. നിങ്ങൾക്ക് ഒരു 4 വർഷം ഒക്കെ ഒരു ഇലക്ട്രോണിക്സോ ഗ്യാപ്പ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയിട്ട് മാക്കിന്റെ M1 Pro ആണ്. M2 Pro ചിപ്പ് കിട്ടോ, അതിന്റെ മോഡലല്ല, ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഫോക്കസ് ചെയ്തെടുത്താൽ തന്നെ ബ്രോ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സൽ, വേർഡ്, പവർ പോയിന്റ് എല്ലാത്തിനും പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഒരു i5 11th ജനറേഷന് മുകളിൽ എടുക്കുക, 2GB ഗ്രാഫിക്സ് മിനിമം എടുക്കുക. പിന്നീട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ പോലെ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ 55-60K എനിക്ക് തോന്നുന്നു ലെനോവോ ആണ് സ്റ്റാർട്ടിങ് എന്ന്. പക്ഷേ MSI ഉണ്ട് ഇതിന് മുമ്പ്. MSI ഏസർ ഏതെങ്കിലുമൊക്കെ നോക്കി നല്ലൊരു സാധനം നോക്കിയിട്ട് എടുക്കുക. ഇനി അത് പറ്റുന്നുണ്ടെങ്കിൽ വിവോ എടുക്കുക. ബാക്ക് ലൈറ്റ് കീബോർഡ് ഉള്ളത് നിർബന്ധമായിട്ട് എടുക്കുക. ആ ഒരു സെഗ്മെന്റിൽ ബാക്ക് ലൈറ്റ് കീബോർഡ് വരുന്നത് വളരെ ചുരുക്കമാണ് ഓഫ്ലൈൻ ഷോപ്പിലൊക്കെ. സോ ബാക്ക് ലൈറ്റ് കീബോർഡ് വരുന്നത് എടുക്കുക, വളരെ ഉപകാരപ്പെടും. പിന്നെ രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിന് സംഭവം ചെറിയതാണെങ്കിൽ അതിൻ്റെ ഒരു യൂസ് വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, സോ കുറേ കമന്റ് ഉണ്ട് ഇതിന്. ട്രിമ്മർ കിട്ടുന്ന വിശ്വാസത്തോടെ ഈ കമന്റ് ഇടുന്നു. ഞാൻ ആ ട്രിമ്മറുടെ ശരിക്കും കൊടുക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ എന്താകാനാ, നമ്മൾ വിചാരിച്ച പോലെ റീച്ച് ഒന്നും കിട്ടിയില്ല. ഒരു അടവ് എടുത്തു നോക്കിയ ബട്ട് നടന്നില്ല. ഫിലിപ്സ് ബെസ്റ്റ് സജഷൻ ഏതാണ് ബ്രോ? IQ1 ഫിലിപ്സ് ഈസ് ബ്രാൻഡ് വാല്യൂ പ്രീമിയം ആണ്. ആക്സിഡൻസ് ട്രാൻസ്പോർട്ട് പിന്നെ എമ്പാടും സർവീസ് സെന്റേഴ്സ് കൊണ്ടുപോകുന്നു. സോ നിങ്ങൾ ബഡ്ജറ്റ് നോക്കി അതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുക. ഓക്കെ ബ്രോ, ബിലോ 50K പഠിച്ച പെർഫെക്റ്റ് ഓൾറൗണ്ടർ വിത്ത് ഗുഡ് എഡിറ്റിംഗ് അതൊക്കെ നമ്മൾ കൊടുത്തതാണ്. പറഞ്ഞ പോലെ ഈ 50K എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് Ryzen 5 വരെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. സാംസങ് ബുക്ക് 4 i5 120U at 45K. സംഭവം സാംസങ് ലാപ്പ് ഇറക്കിയതാണെങ്കിലും ബുക്ക് 4 ഒന്നും അത്ര വലിയ ആൾക്കാരെടുത്ത് ടോട്ടലി എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ടെക്കിനെ കുറിച്ച്, ടെക്ക് പറയുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊന്നും അത്ര നല്ല റിപ്ലൈ അല്ലെ റിവ്യൂ കിട്ടാത്തൊരു സാധനമാണ് സാംസങ്ങിന്റെ ലാപ്പ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാവലർ ആണ്, ബിസിനസ് മാൻ ആണ്, ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആളാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് എ മാക്. ഒന്ന് നമുക്ക് അതിന്റെ ലുക്ക് ഉണ്ടാവും, പിന്നെ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഉണ്ടാവും, ഈസി ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ആപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. സോ ഗൈസ് 50 to 54. ഓക്കെ ലോക്ക് ഒന്നും പറയാതൊക്കെ നല്ലത്. ഇപ്പൊ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട്, പക്ഷെ തിങ്ക് പാഡിന്റെ സീരീസ് കുഴപ്പമില്ല കേട്ടോ. അക്കൗണ്ട് പഠിക്കാൻ വേണ്ടി ബെസ്റ്റ് ലാപ്ടോപ്പ്